സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് പിന്തുണയുമായി കെ രമയും വാളയാർ പെൺകുട്ടികളുടെ അമ്മ ഭാഗ്യവതിയും സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾക്ക് അർഹതപ്പെട്ട നിയമസഹായം നൽകണമെന്നും ഇരുവരും ആവശ്യപ്പെട്ടു. ഇടതുപക്ഷ അനുകൂലവാദികളുടെ ക്രൂരതയ്ക്ക് ഇടയായി അവരുടെ ജീവിച്ചിരിക്കുന്ന സാക്ഷികളാണ് സിദ്ധാർത്ഥന്റെ അമ്മ ഉൾപ്പെടുന്ന 3 സ്ത്രീകൾ. ഇപ്പോൾ നിയമപരമായ കാര്യങ്ങളിൽ കൂടുതൽ അറിവ് എനിക്ക് അറിയില്ല. പക്ഷേ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു നിയമമുണ്ട്. അതായത് ഒരു ശിക്ഷ അതെത്തുന്നത് വരെ, അത് നേടിക്കൊടുക്കുന്നത് വരെ ഞങ്ങൾ മുൻപോട്ട് പോകും. അത് ആര് നമുക്ക് തരുന്നോ, അല്ലെങ്കിൽ ഇപ്പോൾ പോകുന്ന ശരിയല്ല എങ്കിൽ വേറെ രീതി ഏതായിരുന്നാലും. നിയമപരമായ കാര്യങ്ങളെ പറ്റിയൊന്നും അറിയില്ല. തന്റെ മകന് നീതി കിട്ടാനായി ഏതറ്റം വരെയും ഈ അമ്മ പോകാൻ തയ്യാറാണ്. തനിക്കുണ്ടായ നീതികേടിനൊപ്പം സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് നീതി നിഷേധിക്കാൻ പാടില്ല. SFIക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് കെ രമ പ്രതികരിച്ചത്. എല്ലാ ക്യാമ്പസുകളും ഒരു സംഘടനയ്ക്ക് മാത്രം ആധിപത്യമുള്ള, പ്രതിപക്ഷമില്ലാത്ത എല്ലാ ക്യാമ്പസുകളിലും പരിശോധന നടത്തി ഇതുപോലെയുള്ള ആയുധങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടോ എന്നുള്ളതും, ഇടിമുറികളുണ്ട് എന്നും, അവിടെ കുട്ടികൾ എത്രമാത്രം മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് കണ്ടെത്തണം. അതുണ്ടാകും, അത്തരം ക്യാമ്പസുകൾ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ഓരോ സംഭവങ്ങളും തെളിയിക്കുന്നത്. ജിഷ്ണു പ്രണോയിയുടെ കാലത്തായിരുന്നു നമ്മൾ ഇടിമുറികളെ കുറിച്ച് കേട്ടത്. പക്ഷേ പിന്നീട് പല ക്യാമ്പസുകളും അതുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പാലക്കാട് അട്ടപ്പാടിയിൽ മധുവിനെ ആൾക്കൂട്ട വിചാരണ നടത്തി കൊന്നതിന് സമാനമായിട്ടാണ് സിദ്ധാർത്ഥനും സംഭവിച്ചിട്ടുള്ളത്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നീതി ലഭിച്ചിട്ടില്ല. സിദ്ധാർത്ഥന്റെ കുടുംബത്തിനോടൊപ്പം എന്നും ഉണ്ടാകുമെന്നും വാളയാർ പെൺകുട്ടികളുടെ അമ്മ ഭാഗ്യവതിയും പ്രതികരിച്ചു. തീർച്ചയായിട്ടും ഞങ്ങൾ ഈ അവസരത്തിൽ കൂടപ്പുറപ്പിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരാൻ ഞങ്ങൾക്ക് സാധിച്ചാൽ ഒരുപാട് സന്തോഷം. മാത്രമല്ല, ഇതിപ്പോൾ ഇവിടുത്തെ കുഞ്ഞിന് ഇങ്ങനെ സംഭവിച്ചത് ഞാൻ ഓർക്കുന്നത്, അട്ടപ്പാടിയിൽ മധുവിനെ അവിടുത്തെ ഒരു വിഭാഗം ആൾക്കാർ അടിച്ചു കൊന്നു. ഇന്ന് കുഞ്ഞിൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾ തന്നെ ഇങ്ങനെ ചെയ്തു. പക്ഷേ ഇടതുപക്ഷ അനുകൂലവാദികളുടെ അക്രമങ്ങൾക്ക് ഇരയായവരാണ് ഇവർ 3 സ്ത്രീകളും. ഇടിമുറിക്കുള്ളിൽ ജീവൻ അവസാനിച്ച ജിഷ്ണു പ്രണോയിയുടെ അമ്മയ്ക്കും നീതി ലഭിച്ചിട്ടില്ല. ഇടതുപക്ഷത്തിന്റെ മറവിൽ അക്രമങ്ങളും അരാജകത്വവും തുടരുമ്പോഴും ഭരണകൂടം മൂകവാത്മീകങ്ങളായി തന്നെ തുടരുകയാണ്. സിദ്ധാർത്ഥനെ കൊന്ന നാൾ ക്രൂരമായ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയനാക്കി. ദിവസങ്ങളോളം പട്ടിണിക്കിട്ട്. അച്ഛൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: എൻ്റെ മകന് ഒരു തുള്ളി വെള്ളമെങ്കിലും കൊടുക്കാമായിരുന്നില്ലേ? പിരിച്ചുവിടേണ്ട ഈ ഭീകരവാദ സംഘടന എന്ത് നടപടിയാണ് ഇവർക്കെതിരെ എടുത്തിട്ടുള്ളത്? ഇവർക്ക് നീതി ലഭിക്കണം. സിദ്ധാർത്ഥന്റെ കുടുംബത്തിനും നീതി ലഭിക്കണം. ക്യാമറമാൻ അനീഷ് കാട്ടാക്കടയോടൊപ്പം ടിൻഡു ദാസ്, ജനം, തിരുവനന്തപുരം.